ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സോയ പൊട്ടറ്റോ മസാലക്കറിയുടേതാണ്. പൊറോട്ടയോടെയും ചപ്പാത്തിയോടെയും കഴിക്കാൻ പറ്റിയൊരു സൂപ്പർ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ടൊരു 50 ഗ്രാം സോയ നല്ലപോലെ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെച്ചാണ്. ഒരു 1/4 മുറി നാളികേരം ചിരവിയതുണ്ട്. ഒരു 10ഓളം വെള്ളുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഒരു ചെറിയ ക്യാരറ്റ്, ഒരു തക്കാളി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് ആവശ്യം. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ആ തേങ്ങ ചിരവിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ വെള്ളുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 10-15 കുരുമുളക് ഇട്ട് കൊടുക്കുക. 1/4 സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചോക്ക വറുത്തെടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായി വന്നാൽ മതി. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 3/4 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. ഈ സമയം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ അത് ചൂടാറിയിട്ട് ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കേണ്ടത്. വെള്ളം ചേർക്കാതെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ആ സവാള പൊടിയെ കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. കൂടെ തന്നെ ആ ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുവിധം അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ആ ക്യാരറ്റ് ഇതേപോലെ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതായത് വളരെ ചെറുതായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത് അതിൻ്റെ കൂടെ ഒന്ന് വഴന്ന് വന്നാൽ തന്നെ വെന്തോളും. ഈ സമയം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. അപ്പോൾ ആ ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾക്ക് ആ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വളരെ പൊടിയായിട്ട് തന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ കണ്ടീഷനായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. സോയയും പൊട്ടറ്റോയും കൂടി മിക്സ് ക്യാരറ്റും കൂടി ആകുമ്പോൾ നല്ലൊരു രുചിയും ഹെൽത്തിയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സോയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. സോയ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല വെള്ളത്തിൽ കലക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് അങ്ങോട്ട് നമുക്ക് ചേർത്താൽ മതി. കാരണം വെള്ളം ചേർക്കാതെ അരച്ചുകൊണ്ട് തന്നെ. എന്നതിന് ശേഷം നമ്മൾ കുറേശ്ശെ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. മസാല ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇപ്പോൾ ഞാനത് ജാറ് കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാകുന്ന സമയത്ത് ഇതൊന്ന് കുറുകി വരും. അപ്പോൾ അതിനാവശ്യത്തിന് നമ്മൾക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടി വെള്ളം അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് വെള്ളം പോരാകേണ്ട അല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊരു 3-4 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ആ പൊട്ടറ്റോ ബോയിൽ ചെയ്തത് ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞ് നമ്മൾക്ക് പൊട്ടറ്റോ ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതുകൂടി ചേർത്ത് നമ്മൾക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നേരത്തെ കൊടുത്ത് പോരായിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഒന്ന് അല്പം കുറച്ചതിന് ശേഷം ഇതൊന്നൊരു 3 മിനിറ്റോളം അടച്ച് വയ്ക്കുക. ആ മസാലയൊക്കെ ഒന്ന് ചേർന്ന് പിടിക്കാൻ വേണ്ടിയാണ്. കാരണം നേരത്തെ വെന്തതുകൊണ്ട് അധികം വേവൊന്നുമില്ല. 3 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ കണ്ടില്ലേ, എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഗ്രേവിയൊക്കെ പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അല്പം കുറുകിയിരിക്കുന്നതാണ് നല്ലത് മസാലക്കറി ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു 1/4 മുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം കറിവേപ്പില. ഏത് മസാലക്കറിക്കും നമ്മൾക്ക് അല്പം മസാല കുത്തലൊക്കെ ഒന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താൽ അതൊന്ന് കറക്റ്റായി കിട്ടും. അപ്പോൾ അതുപോലെ ചെയ്യുക. അപ്പോൾ അത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി. അപ്പോൾ നമ്മുടെ സൂപ്പർ മസാലക്കറി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. എന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനത് വീറ്റ് പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ അടിപൊളിയായില്ലേ? വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.